സമസ്ത വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൻ്റെ അധ്യക്ഷൻ PM അബ്ദുസലാം ബാഖവി വടക്കേക്കാട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നമ്മുടെ പ്രിയങ്കരനായ KS ഹംസ സാഹിബ്, ആമുഖം പറഞ്ഞ അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ കരീം ഫൈസി പൈങ്ങണ്ണിയൂർ, വിഷയാവതരകൻ ഷഹീബുൽ ഹൈത്തമി, സ്വാഗതം ആശംസിച്ച ഷഹീർ, സുലൈമാൻ ദാരിമി, നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ബഷീർ ഫൈസി, സിദ്ദിഖ് ഫൈസി മങ്കര, പ്രിയപ്പെട്ട സഹോദരന്മാർ, വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൽ നിർബന്ധമായും വരണമെന്ന് നിങ്ങളുടെ പ്രിയങ്കരനായ ഹംസ സാഹിബ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പരിപാടിയുടെ തലവാചകമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സഹോദരന്മാർ വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ അണിചേരുന്നു. മൗലാന ആസാദിൻ്റെ പിന്മുറക്കാരാണ് നിങ്ങൾ. രാജ്യം വിഭജിച്ച സമയത്ത് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പടിക്കൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അടിത്തറ പാകിയ നമ്മൾ, നമ്മുടെ ചോരയും നീരും കൊടുത്തുണ്ടാക്കിയ ഈ രാജ്യം വിട്ട് നമ്മൾ എങ്ങോട്ടും പോകേണ്ടതില്ല. ജാതിക്കും മതത്തിനും അതീതമായി ഏവരെയും ഒരുപോലെ കരുതുന്ന ഈ ഭരണഘടന നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മൗലാന ആസാദിൻ്റെ പിന്മുറക്കാരായ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇതുപോലെ പ്രതിഷേധ ജ്വാല തീർക്കുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് അത് കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഇന്ന് രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. 26 ഇന്ത്യൻ സഹോദരന്മാരെ ഭീകരവാദികൾ പെഹൽഗാമിൽ വെടിവെച്ചു കൊന്നു. നമ്മൾ രോഷത്തിലാണ്. ജമ്മു കാശ്മീർ താഴ്വരയിൽ സമാധാനം പുലരണമെന്നും നമ്മുടെ സഹോദരങ്ങൾക്ക് സ്വച്ഛന്തമായി അവിടെ സഞ്ചരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്നും പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു ഘട്ടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 26 പേരെയാണ് ഭീകരർ വെടിവെച്ചു കൊന്നത്. പക്ഷെ ഇതിനിടയിലും ആ വിഷയത്തെ മുൻനിർത്തി നമ്മുടെ സമൂഹത്തിനിടയിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മതത്തെ കൊണ്ടുവന്ന് മതം ചോദിച്ചാണ് അവരെ വെടിവെച്ചത്, അതുകൊണ്ട് അതിനുള്ള പ്രതികാരം ഈ മണ്ണിലും നമ്മൾ നൽകിയിരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി. കേരളത്തിലെ പല ആൾക്കാരും തങ്ങളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ വർഗീയ വേലിയേറ്റത്തിൽ കണ്ണികളായി മാറാൻ ശ്രമിച്ചപ്പോൾ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രൻ്റെ മകൾ ആരതി നെഞ്ചെടുപ്പോടെയാണെങ്കിലും പതറാത്ത വാക്കുകളിൽ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ പോയി, എൻ്റെ മുമ്പിൽ വച്ചാണ് എൻ്റെ അച്ഛനെ ഭീകരവാദികൾ പോയിന്റ് റേഞ്ചിൽ വെടിവെച്ച് വീഴ്ത്തിയത്. ശ്വാസം നിലച്ചു എന്ന് കണ്ടപ്പോൾ തിരിച്ചറിയൽ കാർഡ് പോക്കറ്റിൽ തിരുകി അച്ഛൻ്റെ മൊബൈൽ ഫോൺ എടുത്ത്
2 കുട്ടികളെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്തു. അതിനുശേഷം ആരതി പറഞ്ഞ വാക്കുകൾക്കാണ് ഒരുപക്ഷെ മലയാളി കാതോർത്തത്. ഈ ദുരന്തത്തിലും എനിക്ക് 2 സഹോദരന്മാരെ കാശ്മീരിൽ ലഭിച്ചു, മുസാഫിറും സമീറും. ഈ ദുരന്തഘട്ടത്തിൽ എന്നോട് ചേർന്ന് നിന്ന മുസാഫിറിനെയും സമീറിനെയും ഞാൻ സ്മരിക്കുന്നു എന്ന് ആരതി പറഞ്ഞപ്പോൾ കേരളം സൃഷ്ടിക്കുന്ന സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതിഫലനമാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായത്. ഇന്ന് ഈ സമസ്തയുടെ വേദിയിൽ വന്ന് ഒരു ക്രൈസ്തവ നാമധാരിയായ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേരളം മുമ്പോട്ട് വെക്കുന്ന സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. വഖഫ് ബില്ല് പാർലമെൻറ്റിൽ വന്നു, രാജ്യസഭയിൽ ചർച്ചക്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനും കൊല്ലിക്കാനും ശ്രമിച്ച നിങ്ങൾ ഈ ബില്ലിലൂടെ വലിയൊരു അപകടത്തെ കൂടി ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദൈവങ്ങളെ കൂടി നിങ്ങൾ ഭിന്നിപ്പിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങൾക്ക് ബാധകമായ നിയമം അള്ളാഹ്ക്ക് ബാധകമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ദൈവങ്ങളെ കൂടി ഭിന്നിപ്പിക്കുകയാണ്. മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന ഈ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ദൈവങ്ങളെ പോലും ഭിന്നിപ്പിക്കുന്ന തലത്തിലേക്ക് എത്തിയെന്ന് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചു. അതിനൊരു കാരണമുണ്ട്. ഒരുപക്ഷെ ഈ ബില്ലിനെക്കുറിച്ച് ഇവിടെ ആമുഖ പ്രതിപാദനം നടത്തിയ ആ വേളയിൽ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം ദേവസ്ഥാനത്തിൻ്റെ ഭൂമി, അതിൽ ലോ ഓഫ് ലിമിറ്റേഷൻ അത് ബാധകമല്ല, കാലഹരണ നിയമം ബാധകമല്ല. ഒരു അമ്പലത്തിൻ്റെ സ്വത്ത്, ദേവസ്ഥാനത്തിൻ്റെ സ്വത്ത് ഒരാൾ തട്ടിയെടുത്ത് 30 വർഷം കയ്യിൽ വെച്ചു എന്ന് വിചാരിച്ചാൽ ആ സ്വത്ത് അന്യാധീനപ്പെടുന്നില്ല, അത് പിന്നെയും തിരിച്ചു പിടിക്കാൻ പറ്റും. സർക്കാരിൻ്റെ ഭൂമി ഒരാൾ 12 വർഷം കൈവച്ചു എന്നതുകൊണ്ട് ആ ഭൂമി സർക്കാരിന് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ വഖഫിൻ്റെ കാര്യത്തിൽ അത് വേണ്ടതില്ല എന്ന് ഇപ്പോൾ പാസാക്കിയ നിയമത്തിൽ അവർ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പോലും ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിയമമാണെന്നുള്ളത്. BJPയുടെ 2014 മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി അവർ യത്നിക്കുമെന്ന്. 1995-ലും 2013-ലും വഖഫ് നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളെ പിന്തുണച്ച BJP എന്തുകൊണ്ട് വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ളൊരു നിയമനിർമ്മാണവുമായി വന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഞങ്ങളവിടെ ഉന്നയിച്ചു. ഇത് കേവലപരമായിട്ട് സ്വത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത എന്നുള്ള ആശയത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രഹരമാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ നിധി കണ്ടെത്തിയതോടെ ലോകപ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ പറഞ്ഞു ജില്ലാ ജഡ്ജി കൂടി ആ ഭരണസമിതിയിൽ അംഗമാകുമെന്ന്. പക്ഷേ സുപ്രീം കോടതി അവധാനതയോടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അഥവാ ജില്ലാ ജഡ്ജി ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റൊരു ഹിന്ദു സമുദായാംഗം ആ ഭരണസമിതിയിൽ അംഗമാകൂ എന്ന്. ശ്രദ്ധിക്കുക, ഒരു സുപ്രീം കോടതി വിധി ഇത്രത്തോളം അവധാനതയോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ട പാർലമെന്റിന് പോലും അത്തരമൊരു അവധാനത കാണിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? കേന്ദ്ര വഖഫ് കൗൺസിൽ, ഞാനവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചു, കിരൺ റിജ്ജു അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തലകൊണ്ട് കാട്ടി അങ്ങനെയല്ല,
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ബില്ലിൻ്റെ ABCD അറിയില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചുടുചോറ് കോരിക്കുന്നത്. 22 വഖഫ് കൗൺസിൽ അംഗങ്ങളിൽ 12 പേരെ മുസ്ലിം സമുദായത്തിൻ്റെ പുറത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ വഖഫ് കൗൺസിൽ പോലും മുസ്ലിമേതര സമുദായങ്ങൾക്ക് വേണമെങ്കിൽ ആധിപത്യം ലഭിക്കും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെ ഭരണ നിർവഹണത്തിൽ അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ ഏതെങ്കിലും സർക്കാരുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? മുമ്പോട്ട് വെക്കുവോ? അതാണ് ഒരുപക്ഷെ ഈ ബില്ലിലെ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകല്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത്. അത് വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലുമാണ്. വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലും ഇത് ഇപ്പോൾ പ്രായോഗികമാണ്. ഈ പറഞ്ഞ വ്യവസ്ഥ ട്രിബ്യൂണലിൻ്റെ അധികാരങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്തിൻ്റെ മുകളിൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ അത് സർക്കാർ ഭൂമിയാണെന്ന് ആരെങ്കിലും ഒരു കടലാസ് എഴുതി എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ ആ നിമിഷം ആ സ്വത്ത് വഖഫ് ഭൂമിയല്ലാതായി മാറും. എത്രയോ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്തെയും മൂല്യവും സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഏവരും ഒരുമിച്ച് അണിനിരക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലും നിങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ ഞാനും ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളൊക്കെ കേരളത്തിൽ വളരെ സുരക്ഷിതരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലേ സാഹിബേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? പക്ഷെ കേരളത്തിന് വെളിയിൽ കുറേ മുസ്ലിം സഹോദരന്മാരുണ്ട്. ഉത്തരേന്ത്യയിൽ ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഏത് രാവിലാണ് തൻ്റെ വീടിന് നേർക്ക് ഒരു ബുൾഡോസർ വരുന്നത് എന്ന് ഓർത്ത് നെഞ്ചിടിപ്പോടെ കഴിയുന്ന മുസ്ലിം സഹോദരന്മാരെ ഉത്തർപ്രദേശിലും ബീഹാറിലും കാണാൻ കഴിയും. ഒരു പ്രണയത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരെ കാണാൻ കഴിയും. ഒരു ഇരുണ്ട യുഗത്തിലേക്കാണോ നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് എന്നെ അന്ധാളിപ്പിക്കുന്നു. ഇവിടെ മുനമ്പം സമരത്തെ മുൻനിർത്തി എന്തെല്ലാം കോലാഹലങ്ങളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളെ നോക്കി ഞാൻ അവരോട് പറഞ്ഞു, ഈ ബില്ല് പാസ്സാക്കുന്നത് കൊണ്ടൊന്നും മുനമ്പത്തിനൊരു പരിഹാരമുണ്ടാകില്ല. മുനമ്പത്തിന് പരിഹാരമുണ്ടാകും. അത് കേരളത്തിൻ്റെ സാഹോദര്യത്തിലാണ് ആ പരിഹാരമുണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു, തങ്ങൾക്ക് ഈ മുനമ്പം പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി കൊണ്ട് ഒരാളെയും അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറയുന്നു. അതിന് ഏതെങ്കിലും BJP നേതാവിൻ്റെ ഓശാരമൊന്നും കേരളത്തിലെ ഒരു മനുഷ്യ സ്നേഹിക്കും ആവശ്യമില്ല എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നിരവധി തവണ പാർലമെൻറ്റിൽ പ്രസംഗിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് കേരളം എനിക്ക് പകർന്നു നൽകിയിട്ടുള്ള ആ ആത്മവീര്യമാണ്. ഞാനെന്നുള്ള സാമൂഹ്യ ജീവിയെ സൃഷ്ടിച്ച ഈ കേരളം എനിക്ക് നൽകിയിട്ടുള്ള പ്രചോദനമാണത്. ജാതി എന്താണ്, മതമെന്താണെന്ന് നോക്കാതെ തോളോട് തോളുരുമ്മി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ ഈ സാഹോദര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവർ പാർലമെൻറ്റിൽ പോരടിക്കുന്നത്. ഇന്ന് ഉത്തരേന്ത്യയിലെ പല ആരാധനാലയങ്ങളും കുഴിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. സമ്പലിൽ, എന്തിലേറെ അജ്മീറിൽ പോലും ഞാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ല, ഈ അജ്മീറിലേക്ക് അടൽ ബിഹാരി വാജ്പേയി ചാദർ കൊടുത്തയച്ചിരുന്നില്ലേ? നരേന്ദ്രമോദി പോലും ചാദർ കൊടുത്തയച്ചിരുന്നില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ചാദർ കൊടുത്തയച്ച അജ്മീറിൻ്റെ മുകളിൽ പോലും അവകാശവാദം ഉയരുമ്പോൾ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണിപ്പോൾ കാശ്മീരിലെ ഭീകരപ്രവർത്തനത്തെ നമ്മൾ അപലപിക്കുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്?
മറ്റൊരു പാകിസ്ഥാനായി ഇന്ത്യ മാറാൻ പാടില്ല. ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഏവർക്കും തുല്യതയുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനം മറ്റ് മതരാഷ്ട്രങ്ങളിലേക്കുള്ള വഴിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അതിൽ മലയാളിയും ഇന്ത്യക്കാരനും വീഴരുത് എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ തിരഞ്ഞെടുത്ത സാഹോദര്യത്തിൻ്റെ ആ ഒരു ചരട് പൊട്ടാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഭീകരപ്രവർത്തനം ഇന്ത്യക്കെതിരാണ്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഇന്ത്യയുടെ മതനിരപേക്ഷതക്കെതിരെയാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. പാകിസ്ഥാന്റെ രാജ്യരക്ഷാ മന്ത്രി സ്കൈ ടെലിവിഷനിൽ ഒരു അഭിമുഖം നൽകിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ പറയുമ്പോൾ അവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പല തീവ്രവാദ സംഘടനകളെയും സൃഷ്ടിക്കാനും അവരെ പോറ്റാനും വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഈ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. ഇന്നവർ ഞങ്ങളെ തള്ളിപ്പറയുമ്പോൾ അവർ മുൻകാലങ്ങളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ഈ വൃത്തികേടുകൾ എന്താണെന്നുള്ള കൂടി ഈ ലോകം മനസ്സിലാക്കണമെന്നാണ് ഖ്വാജ ആസിഫ് എന്നുള്ള പാകിസ്ഥാന്റെ രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞത്. ഇത് കേവലപരമായി വഖഫ് എന്ന വിഷയത്തെ മാത്രം മുൻനിർത്തിയുള്ള പ്രതിഷേധമല്ല. ഇന്ത്യയിൽ ഏവർക്കും സാഹോദര്യത്തോടെ, അന്തസ്സോടെ, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഭരണഘടനാ സംരക്ഷണ സംഗമത്തെ കാണുന്നത്. പാർലമെൻറ്റിൽ ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഉള്ളത്. ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് ഞങ്ങളെപ്പോലുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെയുണ്ട്. നിങ്ങളുടെ പ്രതിനിധികളാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൽ ഒരു സ്ഥാനം പോലുമില്ല. 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിൽ ഒരു പ്രാതിനിധ്യമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ആർക്കും ഒരു ദുഃഖമോ രോഷമോ ഇല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ 20 കോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണനിർവഹണ വേദിയായ എക്സിക്യൂട്ടീവിൽ ഒരു സ്ഥാനം പോലും ഇല്ലാത്തതെന്നുള്ളൊരു ചോദ്യം എപ്പോഴെങ്കിലും ഉയരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് അടിവരയിടേണ്ടത്. നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ പ്രാതിനിധ്യത്തെയും പിന്തുണയ്ക്കാൻ വേണ്ടി ഈ ടെലിവിഷൻ അവതാരകർ ഒന്നും രംഗത്ത് വരില്ല. അവരൊക്കെ മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി മാത്രമേ വരികയുള്ളൂ. നമുക്ക് ജനാധിപത്യം പുലരണമെങ്കിൽ സാഹോദര്യത്തിൻ്റെ ആ ഒരു തലത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഏകോപനം സാധ്യമാകണം. ഇന്ന് ഈ വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമത്തിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള അടിസ്ഥാന പ്രമാണത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 20 മിനിറ്റാണ്. അത് കഴിയാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. കൂടുതൽ സംസാരിക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഈ പ്രക്ഷോഭത്തിൽ ഭാഗവാക്കാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഉറപ്പ് തരുന്നു, കേരളമാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോരാടാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഞാൻ കാണിക്കുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി ഞാൻ ഈ വഖഫ് ഭരണഘടനാ സംരക്ഷണ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.